ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ 2 വട്ടം ചെയ്തിട്ടുള്ളതാണ്. വേറൊന്നുമല്ല, നമ്മൾ ബഹ്റൈനിൽ പോയിട്ട് വിസ സ്റ്റാമ്പ് ചെയ്ത് വന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടതെന്നും ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 2 ആഴ്ച മുന്നെയാണ് കേട്ടോ ഞാൻ ബഹ്റൈനിൽ പോയിട്ട് വിസ സ്റ്റാമ്പ് ചെയ്തു. അതായത് നമ്മുടെ പെരുന്നാളിന് ഏകദേശം ഒരാഴ്ച മുന്നെയാണ് പോയി വിസ സ്റ്റാമ്പ് ചെയ്ത് തിരിച്ച് വന്നത് കേട്ടോ. ഞങ്ങളിപ്പോൾ ദമാമിൽ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ബഹ്റൈനിൽ പോയിട്ടാണ് വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നത്. ജിദ്ദയിലുള്ളവർക്ക് ജോർദാനായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ദുബൈയിൽ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് പോയി വിസ സ്റ്റാമ്പ് ചെയ്തിട്ട് വരാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് വേണമല്ലോ, നമ്മൾ വിസിറ്റിംഗ് വിസയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പായിട്ട് നമ്മൾ നാട്ടിൽ എക്സിറ്റ് ആവണം. എന്നിട്ട് നമ്മൾ പുതിയ വിസ എടുത്തിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റർ ബോംബെ, ഇപ്പം കൊച്ചി അങ്ങനെയൊക്കെ സ്ഥലങ്ങളല്ലേ. അപ്പം നമുക്ക് ഇവിടെ തന്നെ നിന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് പുതിയ വിസ എടുത്തിട്ട് ബഹ്റൈനിലോ ജോർദാനിലോ അതല്ല ദുബൈയിലോ ഒക്കെ പോയിട്ട് വിസ സ്റ്റാമ്പ് ചെയ്തിട്ട് തിരിച്ച് വരാനുള്ള സൗകര്യമുണ്ട്. അത് മിക്കുള്ള ആൾക്കാർക്കും അറിയായിരിക്കും. ഞാനത് ഒരു വർഷം മുന്നേ പോയി സ്റ്റാമ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ബഹ്റൈനിൽ വീണ്ടും പോയി വിസ സ്റ്റാമ്പ് ചെയ്ത് വരുന്നത്. ഇനി അടുത്തതായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സൗദി വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ ബഹ്റൈൻ വിസയ്ക്കും അപ്ലൈ ചെയ്യണം. പിന്നീട് ബഹ്റൈൻ വിസ അങ്ങനെ എല്ലാവർക്കും വേണമെന്നില്ല. ബഹ്റൈൻ വിസ എടുക്കേണ്ട സാഹചര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം 15 മാസമാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ബഹ്റൈൻ വിസ വേണ്ടി വരും. അതല്ല ഒരു വർഷത്തെ വാലിഡിറ്റി മുന്നായിട്ടാണ് നിങ്ങളിപ്പം പോയി വിസ സ്റ്റാമ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓൺ അറൈവൽ വിസ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട, ബഹ്റൈൻ വിസ എടുക്കേണ്ട. അതല്ല നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മാസം കൊണ്ട് എക്സ്ട്രാ ഇപ്പം നിൽക്കത്തില്ലേ, അങ്ങനെയാണെന്നുള്ളവർക്ക് എന്തിനു വേണം, ബഹ്റൈൻ വിസ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിപ്പം ബഹ്റൈനിൽ പോയിട്ടാണ് വിസ സ്റ്റാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സൗദി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യണം, മനാമ വെക്കണം കേട്ടോ സെൻറ്റർ. സൗദി വിസ ചേംബർ ചെയ്താൽ നമുക്ക് പിറ്റേന്ന് തന്നെ സൗദി വിസ കിട്ടും, അതുപോലെ തന്നെ ബഹ്റൈൻ വിസയും കിട്ടും. അപ്പോൾ നമുക്കിത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ബഹ്റൈൻ VFS തഷീർ എന്ന സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ നിങ്ങൾ വിസിറ്റിംഗ് വിസയുടെ കാലാവധി തീരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കേണ്ട ഒരു 2 മാസം മുമ്പേ അല്ലെങ്കിൽ ഒരു 3 മാസം മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സൗദി വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, നല്ല റഷാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തെ എടുത്ത് വയ്ക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. പിന്നെ നമുക്ക് സൗദി വിസ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് VFSലേക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ സൗദി വിസ എടുക്കണമെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഒരു 3 മാസത്തെ വാലിഡിറ്റി എന്തായാലും സൗദി വിസയ്ക്ക് ഉണ്ടാവും. അടുത്തതായിട്ട് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം. ഒറിജിനൽ പാസ്പോർട്ട് വേണം, അതുപോലെ തന്നെ സൗദി വിസയുടെ കോപ്പി വേണം, പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം, അതുപോലെ തന്നെ ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റും സെയിം അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം. അതിൻ്റെ എല്ലാം കോപ്പിയാണ് കേട്ടോ വേണ്ടത്. ആരാണോ നമ്മളെ സ്പോൺസർ അവരുടെ ഇക്കാമ കോപ്പി, അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ വേണമല്ലോ. നമ്മുടെ സ്പോൺസർ നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കും. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഇക്കാമ കോപ്പി, പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം. പിന്നീട് എന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള 2 ഫോട്ടോ വേണം കേട്ടോ. അത് 4:6 ആണ് നമ്മുടെ ഫോട്ടോയുടെ സൈസ്. നമ്മൾ ഏത് ദിവസമാണോ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ സബ്മിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും നമുക്ക് പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ പറ്റുക. ഒരു ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കേട്ടോ നമുക്ക് പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ പറ്റുക. വിസ സ്റ്റാമ്പിങ്ങുമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതിൽ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. എങ്കിലേ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അതല്ല കുക്കിംഗ് വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.